പ്രിയ ദൈവമക്കളെ, സഹോദരങ്ങളെ, നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? നിൻ്റെ കുടുംബത്തിൽ നിന്നെ ആക്കിയിരിക്കുന്ന പ്രാർത്ഥിക്കാനാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, താങ്ക് യു ലോർഡ്. നിൻ്റെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരുടെ ജീവൻ നിൻ്റെ കരത്തിലായിരിക്കും. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ കരത്തിൽ ആയിരിക്കും അവരുടെ ജീവനെ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തെ ഭാഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. നിന്നെ ഒരു സഭയിലാക്കിയിരിക്കുന്നെങ്കിൽ ആ സഭയിലെ വിശ്വാസികളുടെ എല്ലാം ജീവൻ നിൻ്റെ കരത്തിലായിരിക്കും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ ആ വിശ്വാസികൾക്ക് വേണ്ടി ഈ നാളുകളിൽ വിടുവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടത് അത്യുത്തമമാണ്. അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഒരിക്കലും ഒരു പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിയുടെ കരത്തിൽ ഒരാത്മാവിനെ ദൈവം കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് കുടുംബത്തിൽ ഉത്തരവാദിത്വ ചുമതലയോടെ ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിൻ്റെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരെല്ലാം നിൻ്റെ കരത്തിലാണ് വെച്ചിരിക്കുന്നത്. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.